അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ 2 മണിക്ക് തന്നെ നമ്മളെ ടൂറിൻ്റെ വണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയിലുള്ളത് 14 ആൾക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റ് വണ്ടി. അപ്പോൾ നമുക്ക് കൂടാതെ വേറെ കുറേ ആളുകളുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ അവിടേക്ക് ഫസ്റ്റിൽ പോകുന്നത് നമ്മൾ മാർബിൾ മൗണ്ടനിലേക്കാണ്. അപ്പോൾ ഒരു നഗരപ്രദേശത്ത് നിന്ന് പെട്ടെന്ന് നമ്മളൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് എത്തിയിട്ടോ. തീർത്തും ഗ്രാമീണം എന്ന് പറയാനായിട്ട് പറ്റിയില്ല. കുറേ ഹൈറൈസ് ബിൽഡിങ്ങുകളൊക്കെ അവിടെ സൈഡിൽ കാണാം. നല്ല വീതിയുള്ള റോഡ് കേട്ടോ. ഈ വഴിയോരത്തൊക്കെ നിറയെ മാർബിൾ സ്റ്റാച്ചുകൾ കാണുന്നു കേട്ടോ. ഇതൊരു ശ്മശാനമാണ്. അവിടെയുള്ള ഫലകങ്ങൾ മൊത്തം മാർബിളിലുള്ളതാണ്. അപ്പം മൗണ്ടൈൻ്റെ എൻട്രിയിലാട്ടോ നമ്മളുള്ളത്. മാർബിൾ മൗണ്ടൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ നിറയെ കാണാം നമുക്ക് മാർബിൾ സ്റ്റാച്യൂസ്. ഇവിടെ കിട്ടുന്ന മാർബിൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണോ എന്താണെന്നറിയില്ല. അടിപൊളി സ്റ്റാച്യൂസ് ഉണ്ട്. നമ്മളന്ന് മഹാബലിപുരം പോയിട്ട് കണ്ട മാതിരി ഇതുണ്ടല്ലേ. ആ മൗണ്ടനിലേക്കുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു പഴനി സ്റ്റൈൽ, പക്ഷെ പഴനി സ്റ്റെപ്പൊക്കെ വളരെ നീറ്റാണ്. ഇതൊരു അൺസ്റ്റാൻഡേർഡ് സ്റ്റെപ്പാണിത്. അപ്പോൾ ഇത് അടിച്ച് കണ്ടില്ല, ഓരോരുത്തർ ഇറങ്ങി വരുന്നത് കണ്ടില്ലേ. നമ്മളെന്തായാലും ഇത് കയറാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. എലിവേറ്റർ വേണ്ടാന്ന് കരുതി. ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക്. കാരണം മെല്ലെ മെല്ലെ നടന്ന് കയറിയാൽ മതി, എത്ര സമയം വേണമെങ്കിലും എടുക്കാം. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് കയറുന്നത്. ഇപ്പൊക്കെ കയറി നമ്മൾ മുകളിലെത്തിയിട്ടോ. അത്ര വലിയ ടാസ്ക് ഒന്നുമില്ല. താഴേന്ന് പേടിച്ച മാതിരി ഒന്നുമില്ല. എൻ്റെ ബാക്കിൽ ഇതാ വലിയൊരു ബുദ്ധനെ കാണാം. ഒരുപാട് ലൈറ്റ് ആയതുകൊണ്ട് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നല്ലൊരു ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. ഡെനാങ്ങിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് മാർബിൾ മൗണ്ടൻ. നഗരത്തിൽ നിന്നും വളരെ അകലെ അല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതം തികച്ചും വേറിട്ടൊരു അനുഭവമാണ്. 5 പർവ്വതങ്ങളാണ് ഈ ശ്രേണിയിലുള്ളത്. പ്രകൃതി സൗന്ദര്യത്തിനും സാംസ്കാരിക പൈതൃകത്തിനും പേരുകെട്ടതാണ് ഈ മലനിരകൾ. ലോഹം, മരം, വെള്ളം, തീ, ഭൂമി എന്നിങ്ങനെയാണ് ഇതിൻ്റെ ഒരു സങ്കല്പം. വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധമത അനുയായികൾ ഈ കാണുന്ന സാങ്ച്വറീസ് നിർമ്മിച്ചു. ഫ്രഞ്ച് അധിനിവേശ കാലഘട്ടത്തിൽ ഫ്രഞ്ച് ഭൂഗർഭ ശാസ്ത്രജ്ഞരാണ് പർവ്വതങ്ങൾ മാർബിൾ സമ്പുഷ്ടമാണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇവയെ മാർബിൾ പർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവയിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗം 519 മീറ്ററാണ്. 100ൽ പരം സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലെത്തിയാൽ നമ്മളെ വരവേൽക്കുന്നത് കുറേ ബുദ്ധ ഗുഹാക്ഷേത്രങ്ങളും ബുദ്ധപ്രതിമകളും ബുദ്ധക്ഷേത്രങ്ങളും ഒക്കെ തന്നെയാണ്. ഇത് താഴെ നിന്നിപ്പോൾ ഒത്തിരി മുകളിലെത്തിയിട്ടോ. നമ്മൾ വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ട്. ശരിക്കും അവിടെ അത് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല അല്ല എടുക്കാൻ പാടില്ല എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് എടുത്തിട്ടില്ല. അപ്പം അതിമനോഹരമാണ് ഇതിൻ്റെ മുകളിൽ. എന്തായാലും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഭാഗത്തേക്കായിട്ട് ഗുഹാക്ഷേത്രങ്ങൾ. ഈ ഒരു ഗുഹയാണ് എൻ്റെ മുന്നിൽ കാണുന്നത്. അവിടെയും പല പ്രതിഷ്ഠയും പൂജകളും ഒക്കെ അവിടെ കാണാം. നമുക്ക് ലെഫ്റ്റിലേക്ക് ഇറങ്ങിയാൽ വേറെ ഒരു ഗുഹാക്ഷേത്രം അവിടെ കാണാം. ഇത് നമ്മൾ ശരിക്കും നമ്മൾ മലേഷ്യ പോയാൽ അവിടെ കാണാം ഒരു ബാട്ടു കേവ്, ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം. ഏകദേശം അതേ ഒരു സ്റ്റൈലിലൊക്കെ തന്നെയാണ് ഇവിടെ ഇത് കാണുന്നത്. ഇതൊക്കെ പ്രകൃതിയുടെ ഒരു വരദാനമാണ് ഇത്. ഇതിൻ്റെ ഉള്ളിൽ ഇതാ നല്ലൊരു സ്റ്റാച്യു ബുദ്ധൻ്റെ കാണാം. പിന്നെ ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് ഞാൻ ലേഡി ബുദ്ധ പറഞ്ഞില്ല. ലേഡി ബുദ്ധയായിട്ട് യാതൊരു ബന്ധവുമില്ല. ലേഡി ബുദ്ധ ഒരു ചൈനീസ് ഒരു സങ്കല്പമാണ് കേട്ടോ. അത് ഞാൻ അതിൽ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള എല്ലാ തന്നെ സ്റ്റാച്ചുകളും ഇതൊക്കെ മാർബിൾ തന്നെയാണ് കേട്ടോ. ഫുള്ളി മാർബിളിൽ, സിംഗിൾ മാർബിളിൽ കൊത്തിയെടുത്തതാണ് ഇതെല്ലാം തന്നെ. മിക്കവയും നല്ല വൈറ്റ് കളറിലായിരിക്കും. ഈ പില്ലറിൻ്റെ മുകളിലൊക്കെ ഉള്ള വർക്ക് നോക്കിയേ, അടിപൊളി വർക്കുകളാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ, ഇതിൻ്റെ മൊത്തം മുകളിലുള്ള സാധനങ്ങളാണ്. ഇതാണ് ഇവരുടെ പഗോഡ കേട്ടോ. ഇതാണ് നേരത്തെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ ഞാനത് ബാക്ക് സൈഡിൽ നിന്ന് എന്തായാലും എൻ്റെ വ്യൂവേഴ്സിനൊന്ന് കാണിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ്. ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം മാസ്ക് ധരിച്ച് വരുന്ന കുറച്ച് ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ താഴെ കാണുന്ന ആ ഒരു വ്യൂ ആണിത്. വളരെ മനോഹരമായ മരത്തിൻ്റെ ഉള്ളിൽ കൂടി കാണുന്ന ആ ഒരു ദൃശ്യം വളരെ നല്ലതാണ്. ഇതാണ് നമ്മളുടെ എസ്കലേറ്റർ വരുന്ന സ്ഥലം കേട്ടോ. 15,000 VND ആണ് അതിൻ്റെ ചാർജ്. പക്ഷെ അത്രയൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നടന്ന് കയറാൻ പറ്റിയ സ്ഥലങ്ങൾ തന്നെയാണ്. നല്ല വ്യൂ അല്ലേ ഇവിടുന്ന് താഴേക്കൊക്കെ നോക്കിയാൽ, അടിപൊളി. ഇതൊരു ഗ്ലാസ് ബ്രിഡ്ജ് ആക്കിയാൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു കേട്ടോ. പക്ഷേ പഴയ കാലത്തുള്ള കൺസ്ട്രക്ഷൻ അല്ലേ, അതുകൊണ്ട് അന്ന് അങ്ങനത്തെ ഒരു ആലോചന വന്നിട്ടുണ്ടാവില്ല.
അപ്പോൾ ഈ മൗണ്ടൻ്റെ താഴെയുള്ള സിറ്റികളാണ് ഇത്. ഒരുപാട് ആഡംബര ബിൽഡിങ്ങുകളൊന്നുമില്ല, മിക്കവാറും ഷീറ്റൊക്കെ മേഞ്ഞ ബിൽഡിങ്ങുകളാണ് കാണുന്നത്. ആ ദൂരെ കാണുന്ന ആ ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ കുറച്ചൊരു വൃത്തി കാണുന്ന ബിൽഡിങ്ങുള്ളൂ കേട്ടോ. നല്ല കാറ്റ് കിട്ടും ഇതിൻ്റെ മുകളിൽ. വൈകുന്നേരം ആകുമ്പോൾ ഇതിലും കാറ്റായിരിക്കും. അപ്പോൾ ഈ മൗണ്ടന് വെറുതെ പേര് വന്നതല്ല, അത് മാർബിൾ മൗണ്ടൻ, മാർബിൾ തന്നെയാണ് ഇത് മൊത്തമായിട്ട് പറഞ്ഞത്. അപ്പോൾ 10 മില്യൺ ഇയേഴ്സ് മുന്നേ ഇത് സമുദ്രത്തിൻ്റെ അടിയിലായിരുന്നു പറഞ്ഞത്. അപ്പോൾ ആ വർഷങ്ങൾക്ക് ശേഷം അത് കടൽ ഇവിടുന്ന് മാറി അത് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വന്നിരിക്കുന്ന മൗണ്ടനാണ് ഇതെന്ന് പറഞ്ഞത്. അപ്പോൾ ഏകദേശം 10 മില്യൺ ഇയേഴ്സിന് മുന്നെയാണ് ഇത് കടലിൻ്റെ അടിയിലുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ അടുത്ത് റീസെൻ്റായിട്ട് വന്നിട്ട് ആളുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ടാക്കിയ ബുദ്ധ പഗോഡയാണത്. അതിനൊരു 200 വർഷത്തെ പഴക്കമാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പൊക്കെ കയറാനൊക്കെ എളുപ്പമാണ്, ബട്ട് ഇത് പല സ്റ്റെപ്പും പല ഹൈറ്റാണ്. അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അല്ലാതെ കയറുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുള്ള പോലെ ഇവിടെ ഇതൊരു നല്ലൊരു സുവനീർ കടകളുണ്ട്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് മിക്ക ഐറ്റംസ് നമ്മൾ മാർബിളിലുള്ളതായിരിക്കും. അതല്ലാത്തതുകൊണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും ട്രെൻഡിങ് ആയത് ഇതാ ക്രോക്സിൻ്റെ ചപ്പൽ, അതിൻ്റെ ഒരു നല്ലൊരു മാർക്കറ്റ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതേമാതിരി ഫാൻസി ഐറ്റംസ് ഒക്കെ ഒത്തിരി വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ യാത്ര തുടർന്നു കേട്ടോ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ, കോക്കനട്ട് വില്ലേജ് എന്ന് പറഞ്ഞു. ഇവിടെ കുറേ കോക്കനട്ടൊക്കെ ഉണ്ട് തോന്നും. അവിടെ തന്നെ മറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ റോഡിൽ ബോട്ടില്ലേ, അപ്പോൾ ബോട്ടിൽ കയറിയിട്ട് പോവാം. പിന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്, ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോവാം. അങ്ങനെയുള്ള ഈ ബോട്ടിൽ പോയിട്ടാണ് ഫ്ലോട്ടിങ് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം കോക്കനട്ട് വില്ലേജ് എന്ന് പറഞ്ഞാൽ നമുക്കത് അത്ര വലിയ അത്ഭുതമായിരിക്കില്ല, കാരണം നമ്മൾ കോക്കനട്ട് ഒരുപാട് കണ്ടതുകൊണ്ട്. അത് കാണാതെ അല്ലേ, കോക്കനട്ട് ഇല്ലാത്ത നാട്ടുകാർക്ക് അത് ഒരു പ്രത്യേകതയായിരിക്കും. അപ്പോൾ നോക്കട്ടെ, ഞങ്ങളൊന്ന് നടക്കട്ടെ. ഇതാണ് കേട്ടോ നമ്മളെ ബാസ്ക്കറ്റ് ബോട്ടിങ്ങിൻ്റെ ആ എൻട്രി. ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. നമ്മളെ ടിക്കറ്റ് ഓൾറെഡി നമ്മുടെ ടൂർ ഓപ്പറേറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോക്കനട്ട് ഫോറസ്റ്റ് ബാസ്ക്കറ്റ് ബോട്ട് ടൂർ എന്നൊക്കെ ഇവിടെ കാണാം. അപ്പോൾ അവിടുന്ന് കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബോട്ട് ജെട്ടി എത്തി. ഈ ബോട്ട് ജെട്ടിയിൽ ഒത്തിരി ഇതേമാതിരി ബോട്ടുകൾ നിർത്തിയിട്ടേ കാണാം. ഞാനൊരു ബോട്ടിൽ സ്ഥാനം പിടിച്ചു. ശരിക്കും ഞാൻ സിംഗിളാണ്, എൻ്റെ കൂടെയുള്ള നമ്മളെ പാർട്ട്ണർ വേറെ ഒരു ബോട്ടിൽ കയറി. അതിൽ 2 പേരുണ്ട്. ശരിക്കും 2 പേരെ വെച്ചിട്ട് അവർ കൊണ്ടുപോവാം. ഞാൻ എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നിലേക്ക് മാറിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് യാത്ര തുടർന്നേ. അപ്പോൾ ഇതിൽ മൊത്തം ഇതേമാതിരി ബാസ്ക്കറ്റ് ബോട്ടാണ് കേട്ടോ, നിറയെ ബാസ്ക്കറ്റ് ബോട്ടാണ്. ഇത് നോക്കിയാൽ ആ ദൂരത്തൊക്കെ കാണാം ബാസ്ക്കറ്റ് ബോൾ ഇഷ്ടംപോലെ ആൾക്കാർ. ഇതാണ് ഇതിൻ്റെ സൈഡിൽ കൂടിയുള്ള ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞത്. പക്ഷേ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള കച്ചവടമല്ലേ, ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ കാണാം നമുക്കിത്. നമ്മുടെ കമ്പനി മനോഹരം മറ്റൊരു ബോട്ടിലാട്ടോ ഉള്ളത്. കൂടെയുള്ള ആൾ കൊയിലാണ്ടിക്കാരനാണ് കേട്ടോ. കുറേ സ്ഥലത്ത് കറങ്ങി തിരിഞ്ഞ് കുറേ രാജ്യങ്ങൾ സന്ദർശിച്ച് ലാസ്റ്റിലെത്തിയതാണ് വിയറ്റ്നാമിൽ. അപ്പോൾ നമ്മളെ വണ്ടിയിൽ അവരും ഉണ്ടായിരുന്നു. പുള്ളിയുടെ വൈഫുണ്ട്, മകളുണ്ട്. അവർ വേറെ ഒരു ബോട്ടിലുണ്ട്. ഇതാണ് അവർ. മകളെ ഒരു ആർക്കിടെക്ചറിൽ പഠിക്കുന്നു, വൈഫ് ഹൗസ് വൈഫ്. അപ്പോൾ കൊയിലാണ്ടിയുള്ള ആൾക്കാർ, നമ്മളൊരു മലയാളം പറയുന്ന ആളെ കണ്ടപ്പോൾ പരിചയപ്പെട്ടപ്പോഴാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളടുത്തൊക്കെ തന്നെയാണ് ഈ കുട്ടി പഠിക്കുന്ന സ്ഥലം കേട്ടോ. അവർ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. കുറേ രാജ്യങ്ങൾ കറങ്ങി വന്ന ക്ഷീണമൊന്നും അതിൽ കാണുന്നില്ല. എന്നെ നന്നായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നല്ല പെരുമാറ്റമാണ്. യാതൊരു എന്താണ് ടിപ്പിന് വേണ്ടിയിട്ടാണ് നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെ ഒന്നുമില്ല. നല്ല കാരണം നമുക്ക് അങ്ങോട്ട് തിരിയണം ഇങ്ങോട്ട് തിരിയണം എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഇതാ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളെ കൂടെയുള്ളവരോട് ചോദിച്ചപ്പോൾ അവർക്ക് പേടി. അപ്പം ഞാൻ എന്തായാലും ഒന്ന് കറങ്ങിയെടുത്തു. ഒരുപാട് ദൂരം നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഒത്തിരി ദൂരമൊന്നുമല്ല, ഒരുപാട് ദൂരം കൊണ്ടുപോകുന്നുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇതേമാതിരി ഗ്രൂപ്പ് വന്നവർക്ക് അവിടെ കൂട്ടം കൂടി നിന്നിട്ട് നല്ല പാർട്ടിമാര് നടത്തുന്നത് കാണാം നമുക്ക്. അങ്ങനെ എന്തായാലും ഞാൻ ചെയ്തതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊയിലാണ്ടിക്കാരാണ് കേട്ടോ ഇത്. പക്ഷേ പുള്ളി വലിയ സ്പീഡൊന്നും എടുത്തില്ല, നല്ല സ്പീഡ് എടുത്തിട്ട് വെള്ളത്തിൽ പോകും. ഈ മെക്കോൺ നദിയെ പറ്റി പറയുകയാണെങ്കിൽ ഏഷ്യയുടെ തെക്കിഴക്കായി കിടക്കുന്ന ഒരു നദിയാണിത്. ഇതിൻ്റെ നീളത്തിൽ ഇത് ലോകത്തിലെ 12ാം സ്ഥാനത്തും ഏഷ്യയിലെ 3ാം സ്ഥാനത്തും ഉള്ളൊരു നദിയാണ്. ഇതിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 4909 കിലോമീറ്ററാണ്. ഓരോ വർഷം ഈ നദിയിൽ നിന്ന് 4.5 മില്യൺ മെട്രിക് ടൺ മത്സ്യസമ്പത്താണ് പിടിക്കുന്നത്. 6 രാജ്യങ്ങൾ കൂടി ഈ നദി ഒഴുകുന്നത്. വിയറ്റ്നാമിന് പുറമെ ചൈന,
മ്യാൻമർ, തായ്ലാൻഡ്, കംബോഡിയ, ലാവോപിഡിയാർ തുടങ്ങിയവയാണ് മറ്റ് രാജ്യങ്ങൾ. ഈ നദികൾ എങ്ങനെയാണ് ടൂറിസത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് വിയറ്റ്നാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നദികളിലൊക്കെ സമ്പുഷ്ടമാണ് നമ്മുടെ കേരളം. നമുക്കൊക്കെ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ ഇതാണ് മെക്കോൺ റിവറിൻ്റെ ഒരു ചരിത്രം കേട്ടോ. ശരിക്കും ഫിഷിംഗ് ആണ് ഇവരുടെ മെയിനായിട്ട് ഈ മെക്കോൺ റിവറിൽ. അത്രയും മെട്രിക് പറഞ്ഞില്ലേ, അത്രയും ടൺ മത്സ്യമാണ് ഓരോ വർഷവും ഇവിടെ മത്സ്യസമ്പത്ത്. അത് തന്നെ ഇവർക്ക് നല്ലൊരു വരുമാനമാണ്, മുതൽക്കൂട്ടാണ്. ഈ റിവറിൻ്റെ ഇരു കരയിലും കാണുന്ന ഈ മരത്തിനാണ് കേട്ടോ ഇവർ കോക്കനട്ട് ട്രീ എന്ന് പറയുന്നത്. കോക്കനട്ട് ഫോറസ്റ്റ് എന്ന് പറയുന്ന അതാണ്. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മളെ യാത്ര. നല്ല രസമുള്ള ഒരു ആംബിയൻസ് കിട്ടും. രണ്ട് ഭാഗം പടർന്ന് നിൽക്കുന്ന ആ ചെടീൻ്റെ ഉള്ളിൽ കൂടി. ഇവിടെ ഒന്നും ഇതിൻ്റെ കായ കാണുന്നില്ല കേട്ടോ. കായ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. നേരത്തെ ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. കാരണം നല്ല ചെറിയ കായായിട്ട് ഒരു വലിയൊരു ഉണ്ടയായിരിക്കും ഇതിൻ്റെ ഒരു കോക്കനട്ട് എന്ന് പറയുന്നത്. ശരിക്കും അത് പൊളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു പനയിളഞ്ഞൊക്കെ ഇല്ല, അത് ആ ഒരു ടൈപ്പിലേക്കാണ് സാധനം ഉണ്ടാവുക. പക്ഷെ നമ്മൾ അടുത്തൊരു സ്ഥലത്ത് നിന്ന് ടേസ്റ്റ് ചെയ്യാന്നൊക്കെ നോക്കിയിട്ട് നമ്മളത് പിന്നെ എവിടെയും അത് കണ്ടതുമില്ല കേട്ടോ. ഇനി ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല ഇപ്പോൾ വൈകുന്നേരത്തെ നല്ലൊരു ആംബിയൻസ് ആണ് ഇത്. വലിയ വെയിലില്ല, ചൂടില്ല. അപ്പോൾ നല്ലൊരു അന്തരീക്ഷം. സൂര്യൻ്റെ ഇത് അസ്തമിക്കാൻ പോകുന്നത് കാണാം. ഏതോ സായിപ്പ് ഒരു ഫോട്ടോ എടുക്കുന്നത് കാണാം. ഇതാണ് കേട്ടോ നമ്മളെ ആ കോക്കനട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് കായകളുണ്ട്. ഈ കാണുന്ന ഓരോരോ ഇതും ഓരോരോ കായകളാണ് ശരിക്കും. നല്ല വിദേശികളൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല രസമുള്ള സ്ഥലം അല്ലേ, അടിപൊളി. ഇവിടെ നിന്നെല്ലാം നമ്മൾ എത്തുന്നത് വലിയൊരു ഏരിയയിലേക്ക് കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഇതേമാതിരി എൻജോയ് ചെയ്യിക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരാൾ സിംഗിളായിട്ട് പുള്ളി അതിൻ്റെ പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. അതിൽ വേണമെങ്കിൽ കയറിയിട്ട് നമുക്ക് ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് കയറാം. പക്ഷെ അതൊരു അഡ്വഞ്ചറാണ്. അപ്പം അതിന് എക്സ്ട്രാ എന്തെങ്കിലും കാശ് അവർക്ക് കൊടുക്കണം. അത് നമ്മളെ ഗ്രൂപ്പ് പെട്ട സാധനങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാശിൻ്റെതല്ല, നമ്മൾ കുറച്ചൊരു അഡ്വഞ്ചർ ആയതുകൊണ്ട് കണ്ടില്ലേ. ഇതാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ പുള്ളി മെല്ലേ ഉള്ളൂ. പക്ഷെ വേറെ ആളെയൊക്കെ കയറ്റി കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ചിട്ടിരിക്കും. അപ്പോൾ നമുക്ക് തല കറങ്ങാനൊക്കെ സാധ്യത കൂടുതലാണ്. അങ്ങനെ വെള്ളത്തിൽ മറിഞ്ഞു പോകും. അപ്പോൾ അതിന് നിന്നില്ല എന്തായാലും. നമ്മളെ കൊയിലാണ്ടിക്കാർക്ക് എന്നെ അതിൽ കയറ്റണം എന്നുള്ളൊരു വാശി പോലെ കേട്ടോ. എന്നോട് അതിൽ കയറാൻ വേണ്ടി പറയുന്നുണ്ട്. ഞാൻ വെള്ളത്തിൽ പോകുന്നത് കണ്ട് രസിക്കാലോ എന്നുള്ളതാണ്. ക്യാമറയൊക്കെ റെഡിയാക്കി നിൽക്കുകയാണ്. എന്തായാലും ഞാൻ അതിൽ കുടുങ്ങില്ലല്ലോ. അപ്പോൾ നമ്മളിതാ വലിയൊരു ഏരിയയിലേക്ക് കേട്ടോ, വലിയൊരു കടൽ പോലെ കിടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടത്. അതിൻ്റെയൊക്കെ സൈഡിൽ കൂടിയായിട്ട് നിറയെ ബോട്ടുകൾ. പിന്നെ ഈ ബോട്ടിലുള്ള വേറെ ഒന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, പല ഡ്രസ്സിലാണ് ഈ ബോട്ട് തുഴയുന്ന ഒരു ഡ്രസ്സ് കാണാം, കളറിൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പിൻ്റെ പല ഗ്രൂപ്പുകളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിൻ്റെ കളറുകളാണ്. ഇവിടെ ഇതാ ഒരു ഗ്രൂപ്പ് ടീം വള്ളങ്ങൾ കൂട്ടിയിട്ടിട്ട് ഇവിടെ ഗാനമേള. ഇത് ശരിക്കും ബോട്ടുകാർ അറേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് പാടാൻ അറിയെങ്കിൽ നമുക്ക് പോയിട്ട് പാടാം. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പുകാർ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വിദേശികളാണ്. പക്ഷെ നമ്മളെ കൂടെ നിന്ന് ആരും പാടാനുള്ളവരൊന്നും ഇല്ല. അപ്പോൾ ഇതിനൊക്കെ എക്സ്ട്രാ കാശ് കൊടുത്താൽ നമുക്കിത് എത്ര നേരം വേണമെങ്കിലും ഈ വെള്ളത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാം. ഇപ്പം എല്ലാ ഭാഗത്തുനിന്നും എത്തിപ്പെട്ടിട്ട് ഇവിടെ നല്ലൊരു ഇതായിട്ടു. അതിനുള്ളിൽ കൂടി തന്നെ ഇതാ ഫിഷിങ്ങും കാണാൻ പറ്റും. ഈ മെക്കോൺ നദി എന്ന് പറഞ്ഞാൽ തന്നെ ഫിഷിങ്ങിൻ്റെ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതും കാണാം. അപ്പോൾ ഫിഷിനൊക്കെ കിട്ടുന്നുണ്ടോ നോക്കി നമ്മൾ കുറച്ച് നേരം നോക്കി. അപ്പോഴേക്ക് തന്നെ വല പൊക്കിയെടുക്കാൻ കുറേ ടൈം എടുത്തു. അപ്പോൾ നമ്മൾ ആ ഏരിയ എന്ന് കുറേ അകന്നു പോയിട്ടു. പിന്നെ അല്ല അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വേറെ ബോട്ടുകൾ വന്ന് നിറയെ കണ്ടില്ലേ, ഈ ബാസ്കറ്റ് ബോട്ടുകൾ. അപ്പോൾ ഇതാണ് മെക്കോൺ റിവറിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഒരു അടിപൊളി എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. കാരണം ഇവിടെയൊക്കെ നല്ല ഡെപ്താണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം കാര്യങ്ങൾ. പിന്നെ ചെറിയ പേരിന് നമുക്കൊരു ചെറിയൊരു ജാക്കറ്റ് തരുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ബാസ്ക്കറ്റ് ബോട്ടിങ് യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നുള്ള തായ്ലാൻഡിലൊക്കെ കണ്ടിരുന്ന ആ കൺസെപ്റ്റിൽ വേറെ. ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ നൈറ്റ് മാർക്കറ്റിൽ കൂടിയൊക്കെ പോകുന്നവർ അടിച്ച് പൊളി പാട്ടും കൂത്തും അടിപൊളി ആയിരുന്നു അവിടെ. പിന്നെ അതിൽ ഇങ്ങനെ മൊത്തം കറക്കുന്നതൊക്കെ കാണിച്ചില്ല. അതിലൊക്കെ കയറണമെങ്കിൽ ചിലർ എന്തെങ്കിലും ടിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കയറി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെയുള്ള അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ. ലൈഫിൽ ആദ്യമാണ് ഇത്ര ഒരു ബോട്ടിൽ കയറുന്നത്. ഇപ്പം ബാസ്ക്കറ്റ് ബോട്ടിംഗ് ഒക്കെ എൻജോയ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കിട്ടും. അതിന് അടുത്തൊരു ഡെസ്റ്റിനേഷൻ, അവിടേക്കാണ് നമ്മളെ യാത്ര. അപ്പോൾ അതിവിടുന്ന് കുറച്ച് പോകാനുണ്ട്, ഒരു അരമണിക്കൂറെല്ലാം റണ്ണിങ് ഉണ്ട്. അപ്പോൾ ഒരു പഴയ നഗരത്തിലേക്കാണ്, കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഒരു നഗരം. അതും ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്.
അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന റോഡുകൾ നോക്കിയാൽ നല്ല സുന്ദര റോഡ് കൂടി യാതൊരു കുലുക്കവും ഇല്ല എന്നുള്ളത്. നമുക്കൊരു ചായയൊക്കെ ടേബിൾ ഡാഷ്ബോർഡിൽ വെച്ചിട്ട് അങ്ങനെ പോകാം. ഇത് റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ. നല്ല അടിപൊളി വീടുകളൊക്കെ കാണുന്നുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി. അപ്പോൾ ഈ ഒരു സിറ്റി ഏരിയയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്കിതാ ഒരു പാടവരമ്പത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത്. നല്ല ഉഴുത് മറിച്ചിട്ട് ഒരു വയൽ വരമ്പത്തെ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ വേണ്ടി എത്തിയത് ഹോയാൻ സിറ്റിയാണ് കേട്ടോ. ഹോയാൻ എന്ന് പറഞ്ഞാൽ പഴയ ഒരു 200 വർഷം പഴക്കമുള്ളൊരു നഗരം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയാണുള്ളത്. ഇവിടെ ജപ്പാനീസും ചൈനീസും ഒക്കെ 200 വർഷം മുമ്പ് കുടിയേറിയൊരു സ്ഥലം. അതാണ് അവരുടെ ഒരു അന്നത്തെ ഒരു അങ്ങാടിയാണ് ഇത്. പിന്നെ കുറേ മോഡിഫൈ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും 200 വർഷം പഴക്കമുള്ള അങ്ങാടി, അതാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ ഹോയാൻ നഗരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലേക്ക് കാണട്ടോ നമുക്ക്. ഈ വീഡിയോ ഇപ്പോൾ ഓൾറെഡി കുറച്ച് ലെങ്തി കൂടിയുണ്ട്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബായ്.